നിങ്ങൾക്ക് ആർത്തി എന്നൊരു പെൺകുട്ടി അറിയോ? എവിടെയെങ്കിലും നിങ്ങളൊരു വാർത്ത കണ്ടോ? ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ആരംഭിച്ച CM വിത്ത് മീ എന്നൊരു പരിപാടിയുണ്ട്. അറിയാലോ, മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിച്ച് പരാതി പറഞ്ഞാൽ ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുന്നത്. കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള നിരവധി മനുഷ്യർക്ക് CM വിത്ത് മീ എന്നുള്ള ആ പരിപാടിയിലൂടെ അല്ലെങ്കിൽ അത്തരം ഒരു ഓഫീസിലൂടെ നിരവധി പേർക്ക് ജീവിതത്തിൽ വഴിമുട്ടിയ പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുന്നത് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരുന്നതേയില്ല. മാധ്യമപ്രവർത്തകന്റെ പുതിയ കാലഘട്ടത്തിൽ ആരാണോ കൂടുതൽ ഫണ്ട് ഞങ്ങൾക്ക് തരുന്നത് അവർക്ക് വേണ്ടി കൂലിയെഴുത്ത് നടത്തുക, അവരുടെ വീടിൻ്റെ പടിവാതിൽക്കൽ രാവിലെ പോയി കോലുമായി കാത്തു നിൽക്കുന്ന അന്തേവാസികളുടെ രീതിയിലേക്ക് കേരളത്തിലെ മാധ്യമപ്രവർത്തനം അവസാനിച്ചു എന്നതിൻ്റെ തെളിവാണ് ആർത്തി എന്നൊരു പെൺകുട്ടിയുടെ വാർത്ത ഈ പുറംലോകം അറിയാത്തത്. ബംഗളൂരുവിൽ പ്രൊഫഷണൽ കോഴ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. അവൾ ഈ മൂന്നാറിലെ തോട്ടം തൊഴിലാളിയായിട്ടുള്ള അച്ഛനും അമ്മമാരുടെ മകളായിരുന്നു. അവൾക്ക് അവസാന വർഷം പെട്ടെന്ന് യൂണിവേഴ്സിറ്റി കുത്തനെ ഫീസ് ഉയർത്തിയപ്പോൾ 90,000 രൂപ അടയ്ക്കാൻ നിർവാഹമില്ലാത്ത അവസ്ഥ. മുഖ്യമന്ത്രിയുടെ CM വിത്ത് മീ എന്ന പരിപാടിയിലേക്ക് അവർ ഫോൺ കോൾ വിളിക്കുകയാണ്. അതിൽ പിന്നീട് ഉണ്ടായത് നിങ്ങൾ ദൃശ്യം കണ്ടും പ്രതികരണം கண்டும் തിരിച്ചറിയും. எர்ணாகுளத்துல ஹோம்லெஸ் ஆயிட்டு போயிருந்த டைம்ல உங்க சேச்சி சொன்னாங்க, இந்த மாதிரி ஒரு ஸ்கீம் இருக்கு, நீ ஜஸ்ட் வந்து கூப்பிட்டு பாரு அப்படின்னாங்க. நான் கூப்பிட்டு பார்த்ததுல டேரக்டா நான் முக்கியமந்திரி ஃபோன் பண்ணி நான் என்னோட காரியங்களை நான் அவங்கள்ட்ட சொன்னேன். இந்த மாதிரி நான் படிச்சுட்டு இருக்கேன், எனக்கு இந்த வருஷத்து ஃபீஸ் அடைக்கணும், இல்லைன்னா இந்த வருஷத்தை என்னால் எக்ஸாம் எழுத முடியாதுன்னு அவங்கள்ட்ட சொன்னேன். உடனே அவங்க எனக்கு 3 நாள் ஆக்ஷன் எடுத்து நேற்று என்ன மூணார்ல இருந்து கோஆபரேட்டிவ் பேங்க்ல இருந்து எனக்கு கூப்பிட்டு இங்க பேங்க்குக்கு வாங்க அப்படின்னு சொன்னாங்க. அப்ப நானும் அம்மாலாம் போயிருந்தப்ப என்கிட்ட சொன்னாங்க, நீ டேரக்டா முக்கியமந்திரிக்கு கூப்பிட்டு சொல்லியிருக்க, அதனால உடனே ஆக்ஷன் எடுத்து உனக்கு ஃபீஸ் அடைக்கிறதுக்கான கேஷ் நாங்கள் ரெடி பண்ணிட்டோம், நீ இதை திருப்பி அடைக்க வேண்டாம் அப்படின்னு சொன்னாங்க. எனக்கு அதை கேட்டப்போ ரொம்ப സന്തോഷമാ ഇരുந்துச்சு. ഈ അവസ്ഥയിൽ ചെന്നപ്പെട്ടു പോയാൽ ഒരു സാധാരണക്കാരന്റെ അവസ്ഥ, പ്രത്യേകിച്ച് തോട്ടം തൊഴിലാളികളുടെ മക്കൾക്ക് 90,000 രൂപയെന്ന് പറഞ്ഞാൽ സ്വപ്നം കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. അന്നന്നത്തെ തൊഴിൽ കൊണ്ട് കുടുംബജീവൻ തള്ളി നീക്കി മുന്നോട്ട് കൊണ്ടുപോകാം. ആ കുടുംബത്തിലെ മക്കളെ കഷ്ടപ്പെട്ട് അന്യ സംസ്ഥാനങ്ങളിൽ പ്രൊഫഷണൽ കോഴ്സിൽ അയക്കുകയാണ്. അവരുടെ ജീവിതം അപ്രതീക്ഷിതമായി വഴിമുട്ടുമ്പോൾ അവിടെ ഈ സർക്കാരുണ്ട്. പക്ഷേ വാർത്തയല്ല. നമ്മുടെ നാട്ടിൽ വാർത്ത എന്താണ്? വിവാദങ്ങൾക്ക് മാത്രമാണ്. ആർത്തി എന്ന ഈ പെൺകുട്ടിയുടെ ജീവിതാവസ്ഥയെക്കുറിച്ച് അല്ലെങ്കിൽ ജീവിതാനുഭവത്തെക്കുറിച്ച് ലോകം അറിയേണ്ടതാണ്. ഒരു സർക്കാർ എന്നുള്ള നിലയ്ക്ക് ഒരു സാധാരണക്കാരിയായിട്ടുള്ള തോട്ടം തൊഴിലാളിയായിട്ടുള്ള 2 അച്ഛനമ്മമാരുടെ മകളുടെ ജീവിതം ഇരുളടഞ്ഞു പോകുമെന്ന സന്ദർഭത്തിൽ സർക്കാരിന് ഇടപെടാൻ പരിമിതി ഉണ്ടായിട്ടും മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് മൂന്നാർ സർവീസ് സഹകരണ സൊസൈറ്റിയിൽ വിളിച്ച് ബന്ധപ്പെട്ട് എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയുമെന്നുള്ള ഒരു ആലോചന നടത്തിയപ്പോൾ അതിൻ്റെ സ്പോൺസറായിട്ട് മാറാൻ അവർ തയ്യാറായി. അതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് കൂടി നിങ്ങൾ കേൾക്കൂ. ഹലോ, ആർത്തിയല്ലേ? സാറേ, അതെ, ആർത്തിയാണ്. നിങ്ങളൊരു ആവശ്യം ഉന്നയിച്ചിരുന്നല്ലോ അല്ലേ? അതെ സാറേ, എന്റെ പഠിപ്പിന്റെ വേണ്ടിട്ട് ആവശ്യം ഒന്ന് റിക്വസ്റ്റ് ആയിട്ട് വെച്ചായിരുന്നു. സാധാരണഗതിയില് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല എന്നുള്ള ധാരണയിലായിരിക്കും നിങ്ങൾ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടാകുക എന്ന് എനിക്ക് തോന്നുന്നത്. അതെ സാറേ. അതെ, സാധാരണ മറ്റൊന്നും സർക്കാരിന് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. പക്ഷെ നിങ്ങളുടെ ആവശ്യം നിങ്ങൾ ഉന്നയിച്ചപ്പോ ഞങ്ങൾ അതിനിവിടെ സ്വീകരിച്ചത് അവിടെയുള്ള മൂന്നാർ സർവീസ് സഹകരണ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടു. ഞങ്ങളപ്പോ ഉദ്ദേശിച്ചിരുന്നത് വായ്പ നൽകാന്നുള്ളതായിരുന്നു. ബാങ്ക് പ്രസിഡന്റ് KV ശശിയും അവിടുത്തെ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും അതുപോലെ തന്നെ അവിടെയുള്ള ബാങ്കിന്റെ ഒരു സംരംഭമുണ്ട്, TNT എന്ന് പറഞ്ഞിട്ട്, അവരുടെ ജീവനക്കാരും എല്ലാം കൂടി ചേർന്ന് ആർത്തിക്ക് ഏതായാലും സഹായം നൽകാൻ തീരുമാനിച്ചു. അവരുടെ ഇടപെടലാണ് ഏറ്റവും സഹായകരമായത്. ഏതായാലും നടക്കില്ല എന്ന ധാരണയോടുകൂടി നിങ്ങൾ നൽകിയ ആ അഭ്യർത്ഥന അത് വളരെ ഉപകാരപ്രദമായി നിങ്ങൾക്ക്. അതാണ് ഈ പദ്ധതി ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഉന്നയിക്കുന്നവർക്കുള്ള ഒരാശ്വാസം. ചിലപ്പോൾ സർക്കാരിന് ചെയ്യാൻ കഴിയാത്ത കാര്യം പോലും മറ്റു തരത്തിൽ നിർവഹിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഏതായാലും കോഴ്സ് പൂർത്തിയായല്ലോ അല്ലേ? കോഴ്സ് പൂർത്തിയായി, ഞാൻ എക്സാം എഴുതി കഴിഞ്ഞു. നന്നായി. എല്ലാവർക്കും നന്നായി വരട്ടെ. പുതുവത്സരാശംസകൾ. നന്ദി സാറേ. സാറിന് ഈ ഹെൽപ്പ് ഉണ്ടാക്കിയതിനും ரொம்ப താങ്ക്സ് സാറേ. താങ്ക് യു. ഇത് നന്മ പ്രവർത്തനമാണോ അല്ലയോ? സമൂഹം കാണേണ്ടതും ചർച്ച ചെയ്യേണ്ടതുമാണ്. എന്തുകൊണ്ട് ഇത്തരം വാർത്തകൾ മുക്കപ്പെടുന്നു? ജനം അറിയാതിരിക്കണമെന്ന് ദുർവാശിയുണ്ടാകുന്നു. അവിടങ്ങളിലല്ലേ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് കിട്ടുന്ന സഹായങ്ങൾ, ഗുണങ്ങൾ, അതൊന്നും വാർത്തയല്ല. സമ്പന്നൻ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് മാത്രമാണ് വാർത്ത. പൈസ ഉള്ളവൻ ആഗ്രഹിക്കുന്നത് മാത്രമാണ് നമ്മുടെ നാട്ടിൽ വാർത്തയായി സൃഷ്ടിക്കപ്പെടുന്നത്. അവൻ തീരുമാനിക്കുന്നു, അവൻ ആഗ്രഹിക്കുന്നു, അവൻ എന്താണോ
പണം കൊടുത്തതിന് ശേഷം സമൂഹത്തിന്റെ മുന്നിൽ പ്രചരിപ്പിക്കാൻ ആവശ്യപ്പെടുന്നു, അത് മാത്രമേ പ്രചരിപ്പിക്കപ്പെടുന്നുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ വാർത്തയിലൂടെ പുറത്തു വരുന്നത്. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് അത്താണിയാകാൻ സാധാരണക്കാരൻ്റെ ജീവിതത്തിലൂടെ വളർന്നു വന്ന ഒരു മനുഷ്യനെ കഴിയത്തുള്ളൂ. അല്ലാതെ പ്രിവിലേജുകളുടെ കുടുംബത്തിൽ വളർന്ന ഒരു മനുഷ്യർക്കും ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ഇരുളടഞ്ഞു എന്നറിഞ്ഞാൽ ഒരിക്കലും സഹായിക്കാൻ കഴിയില്ല. ക്യാമറകൾക്ക് മുന്നിൽ മാത്രം ജീവിക്കുന്ന നേതാക്കന്മാരെ സൃഷ്ടിക്കുന്ന മാധ്യമങ്ങൾ അവർക്ക് ക്യാമറകൾക്ക് മുന്നിലുള്ള അഭിനയങ്ങൾക്കപ്പുറം സാധാരണക്കാരൻ്റെ ജീവിതം കേട്ടാൽ ഒരിക്കലും മനസ്സിലാകാൻ പോകുന്നതുമില്ല. അത്തരം വിഷയങ്ങൾ വിദഗ്ധമായി അവർ ഒഴിഞ്ഞു മാറി പോകുകയും ചെയ്യും. അവിടെയാണ് പിണറായി എന്ന വ്യക്തി ചെയ്ത ഈ പ്രവർത്തനങ്ങൾ നാട് മനസ്സിലാക്കേണ്ടതും ആ വ്യക്തിയുടെ ഉള്ളിൽ സാധാരണക്കാരായിട്ടുള്ള തോട്ടം തൊഴിലാളികളായിട്ടുള്ള അച്ഛൻ്റെ അമ്മയുടെ മകൾക്ക് ഇത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ചിന്ത വരുന്നത്. ആ ചിന്തയിലെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു സൊല്യൂഷൻ ആ വിഷയത്തിലുണ്ടായത്. അത് ആർക്ക് മാത്രമേ കഴിയുള്ളൂ. ആ സാഹചര്യങ്ങളിലൂടെ വളർന്നു വന്ന ഒരു മനുഷ്യന് മാത്രം കഴിയുന്ന സഹായ ഹസ്തമാണെന്ന് പറയാതിരിക്കാൻ തരമില്ല.